ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഫ്ലാഷ് ബാക്ക്. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സമരത്തിന് ഒരുങ്ങി സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വരുന്ന മദ്രസകളെ അത് ബാധിക്കും, മദ്രസ പഠനത്തെ അത് ബാധിക്കുമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി. അയ്യോ കഴിഞ്ഞില്ല ഇനി കുറേയുണ്ട്. സ്കൂളുകളിലെ സൂംബയ്ക്കെതിരെ സമസ്തയും രംഗത്ത് വരികയാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. സൂംബയ്ക്കെതിരെ മതമൗലികവാദത്തിന്റെ എതിർപ്പുയരുകയാണ്. സ്കൂളുകളിൽ സൂംബ വേണ്ടെന്ന സമസ്ത യുവജന വിഭാഗം. ആയിക്കോട്ടെ. സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന അധ്യാപിക. ഇനി അടുത്തത് പറ. ഹിജാബിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചു. ഈ കേസ് കഴിഞ്ഞു അറിഞ്ഞു. അടുത്ത കേസുകൾ വകയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന സമസ്ത പ്രമേയം. പുതിയ പരാതി എഴുതിക്കോ. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സന്ദീപ് വാചസ്പതി BJP നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. സന്ദീപ്, ഇപ്പോൾ സമസ്ത ആവശ്യപ്പെട്ടിരിക്കുന്നത് 45 ലക്ഷത്തിലധികം ജനങ്ങൾ മലപ്പുറത്തുണ്ട്. അവിടെ ഭരണനിർവഹണപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യാനുപാതികമായുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് വിഭജിക്കുകയും 2 ജില്ലകൾ രൂപീകരിക്കുകയും ചെയ്യണമെന്നാണ് ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കുള്ളൂ. മുസ്ലിം സംഘടനകൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ സമസ്ത കൂടി മുന്നോട്ട് വെക്കുന്നത്. ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത. അല്ല, ഇതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ജനസംഖ്യാ വർധനവുണ്ടാക്കുക, അതിനുശേഷം ആ പ്രദേശം തങ്ങളുടേതാക്കി മാറ്റി അവിടേക്ക് ഈ പറഞ്ഞതുപോലെ ശരീഅത്ത് നിയമം കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു ലോങ് ടേം അജണ്ടയുടെ ഭാഗമാണിത്. ഇങ്ങനെ കുരുത്തദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം വരെ 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന ജമായത്തെ ഇസ്ലാമിയുടെയും STPയുടെയും അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളുടെ നിലപാട് തന്നെയല്ലേ ഇത്? ഏകദേശം ഞാനും ഒരേ റൂട്ടാ. നമ്മളൊന്നല്ലേ. ഇപ്പോൾ ഇവര് വികസനത്തിന്റെ പേരാണ് പറയുക. നിങ്ങൾ നോക്കൂ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പുതിയ ജില്ലകൾ, പ്രദേശങ്ങൾ സൃഷ്ടിച്ച് പ്രദേശങ്ങൾ കൈയടക്കി 2047 ആകുമ്പോഴേക്കും ഇത് ചെയ്യുക. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്റെ ഭാരതമാതാവേ. അപ്പൊ ഇതിന് ഭരണഘടനാപരമായ ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്, ഭരണഘടനാപരമായ സൊല്യൂഷനാണ് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ ജില്ലകൾ വിഭജിക്കുക, ഭരണ സൗകര്യത്തിന് വേണ്ടി വികസനം എത്താനൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ നടപടികളാണ്. അത് നടക്കേണ്ടതുമാണ്. അത് കേൾക്കുന്ന സമയത്ത് ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് അനിയന്ത്രിതമായ ജനസംഖ്യ തന്നെയാണ്. അതിനാണ് ഈ രാഷ്ട്രത്തിൽ സിവിൽ കോഡ് കൃത്യമായി കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറയുന്നത്. എല്ലാവരുടെയും ആഗ്രഹം എന്റെയും. അത് നടക്കില്ല, അനുവദിക്കില്ല ഞാൻ. ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന്റെ ജനസംഖ്യ കൂടുകയും പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ കൈകളിലേക്ക് പോകുന്നതിനകത്ത് ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. ആ അസന്തുലിതാവസ്ഥയാണ് നാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ഒരു ആവശ്യം എറണാകുളവും ഇടുക്കിയും പാലക്കാടും അത് ഭരണനിർവഹണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ഗതാഗത കുരുക്കടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ്. ആ ജില്ലകളിലും ഒരു പുനഃക്രമീകരണം വേണം എന്നാവശ്യപ്പെടുകയാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കണം എന്ന നിലപാട് കൂടി മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ വൈകിട്ട് ഇവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. സന്ദീപ്, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ നേതൃത്വങ്ങളെ അവരിപ്പോൾ അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് സമ്മർദ്ദത്തിലാക്കുകയാണ്. സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ചെറിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിനകത്തൊന്നും നമുക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. വേറെ എന്താണ് പ്രശ്നം? എനിക്കൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് തന്നെ ചെറിയ ഭരണ സംവിധാനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം മതമാകുമ്പോൾ, ജനസംഖ്യ ആകുമ്പോഴുള്ള പ്രശ്നമാണ്. അവിടെയാണ് ഈ ഇഷ്യൂ ഉണ്ടാവുക. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എല്ലാത്തിനകത്തും മതം കലർത്തുകയാണ്. ഞങ്ങളുടെ ആൾക്കാർ കൂടുതലായി, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ജില്ല വേണം. എന്തായിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാകാനുള്ള കാരണം? മലപ്പുറം ജില്ല ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം മതമായിരുന്നുവല്ലോ. മതമാണ് പ്രശ്നം. സംശയമുണ്ടോ? ആ കൂടുതലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക ജില്ല, ആ പ്രത്യേക ജില്ലയിലുള്ള ആൾക്കാര് വളർന്ന് വലുതായപ്പോൾ വീണ്ടും അടുത്ത ജില്ല. എന്താണ്? അപ്പൊ ഇങ്ങനെ ജില്ലകൾ ഇങ്ങനെ കൈയടക്കുകയാണ് മതത്തിന്റെ പേരിൽ. ഈ അസന്തുലിതാവസ്ഥയാണ് നാം അപകടകരമായി ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റം പറയാനൊക്കോ? അല്ലാതെ ഭരണ സംവിധാനത്തിന് വേണ്ടിയോ ഭരണക്രമത്തിന് വേണ്ടിയോ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയോ പുതിയ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ആരാണെതിര്? അതല്ലല്ലോ. ഇതിന്റെ അടിസ്ഥാനം മതമാകുന്നതിനെയാണ് നാം എതിർക്കുന്നത്. അത് പോയിന്റ്.